ഇബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ ഇറോട്ടിക് ത്രില്ലർ പാർട്ട് 6. താഴെ എത്തിയ ലിഫ്റ്റിൻ്റെ ഡോർ മെല്ലെ തന്നെ തുറന്നു വരുന്നതുവരെ അവൾ പഴയപടി തുടരവേ തന്നെ ഡോറിന് മുന്നിലായി നിലകൊണ്ടു. ഡോർ പൂർണ്ണമായും തുറന്നെന്നായപ്പോൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പഴയപടി തന്നെ തൻ്റെ കാർ ലക്ഷ്യമാക്കിയെന്ന വിധം അവൾ അല്പം വേഗത തോന്നിക്കും വിധം നടന്നു ചേർന്നു. ഇരുട്ടിൻ്റെ ആധിക്യം തോന്നിക്കുന്നിടത്തുകൂടി. ആഡംബര മാളിലെ വസ്ത്രങ്ങളുടെ ശേഖരം അവിടെ ഒരു പ്രദേശത്തു നിന്ന് പരിശോധിക്കുകയാണ് ഹണിയും ഹസ്ബൻഡും മകനും. ഓരോ വസ്ത്രങ്ങൾ എടുത്തു നോക്കുകയും ചിലതിനെക്കുറിച്ച് പലതും പറയുന്നതും ചിരിക്കുന്നതുമൊക്കെ അതിനു മുകളിലെ നിലയിലെ പാസേജിൽ നിന്നും കാണാം. കുറച്ചു സമയം ഈ രംഗം പല വിധത്തിൽ തുടർന്ന ശേഷം മകൻ പരസ്പരം എന്തോ പറഞ്ഞ് ചിരിച്ചനങ്ങിക്കൊണ്ട് നിൽക്കുന്ന തൻ്റെ ഡാഡിയെയും മമ്മിയെയും ആ ശേഖരത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. അധികം അകലെയല്ലാതെ നിന്ന് പരിശോധന നടത്തിയിരുന്ന ചില ഫാമിലികൾ ഇവർ തിരഞ്ഞ സ്ഥലത്തേക്ക് മെല്ലെ എത്തി തങ്ങളുടെ പരിശോധന തുടർന്നു. മുകളിലെ പാസേജിൽ ഇതുവരെയുള്ള രംഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നെന്ന വിധം അതിൻ്റെ കൈവരി പോലെയുള്ള ഭാഗത്ത് പിടുത്തമിട്ട് ഒരാളുടെ ഇടത്തെ കൈയുടെ മുട്ടിന് താഴേക്കുള്ള ഭാഗം കാണാനായി. ആ കൈയെ ആവരണം ചെയ്തിരുന്നത് ആഷ് കളർ കോട്ടായിരുന്നു. പിടുത്തമിട്ടിരുന്ന കൈമുഷ്ടി മെല്ലെ ഒന്ന് സാവധാനം ഇറുകി അവിടെ തന്നെ മാളിനെയാകെ വകവയ്ക്കാത്ത വിധത്തിൽ. ഹണി പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ബേസ്മെൻറ്റിലേക്ക് പോകുവാനായി ലിഫ്റ്റിനടുത്തെത്തി. അത് പക്ഷേ സഞ്ചാരത്തിലായിരുന്നു. പ്രത്യേകം ഭാവമൊന്നും കൂടാതെ അവൾ സ്വിച്ച് അമർത്തി തൻ്റെ മുന്നിലെത്തുന്ന മുറയ്ക്ക് അത് തുറക്കപ്പെടുവാൻ അധികം കാക്കേണ്ടി വന്നില്ല. ലിഫ്റ്റ് അവളുടെ മുന്നിലെത്തി സാവധാനം തുറന്നു തുടങ്ങി. അതിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം അവൾ കണ്ടു, യുവാവ് ആഷ് കളർ കോട്ടും സ്യൂട്ടും അണിഞ്ഞ് ടൈ ഉൾപ്പെടെ കെട്ടിയപടി അനക്കമില്ലാതെ നേരെ തൻ്റെ എതിരേക്ക് നോക്കി ഇരു കൈകളും മുന്നിൽ കൂട്ടിപ്പിടിച്ച് താഴേക്കിട്ട് നിൽക്കുകയാണ്. അവൾ ചെറുതായൊന്ന് ചുണ്ടുകൾ വിടർത്തി ഒന്ന് അത്ഭുതം കലർന്ന ഗൗരവഭാവം പ്രകടമാക്കി അങ്ങനെ തന്നെ നിന്നുപോയി ഇത് കണ്ട്. അടുത്ത നിമിഷം യുവാവ് അവളുടെ കൈക്ക് പിടിച്ച് വലിച്ച് അകത്തേക്ക് കയറ്റിയ ശേഷം ബേസ്മെൻറ്റിലേക്കുള്ള സ്വിച്ച് അമർത്തി. സംഭവിച്ചതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുന്ന അവളെ അയാൾ ലിഫ്റ്റ് അടയുന്ന കൂട്ടത്തിൽ പിടിച്ച് തന്നോട് ചേർത്തു. പെടുന്നനെ സംഭവിച്ച ആ രംഗത്തിൻ്റെ ആഘാതത്തിൽ അവളുടെ ഹാൻഡ് ബാഗ് തോളിൽ നിന്നും ഊർന്നിറങ്ങിക്കിടന്നു. തന്നോട് ചേർന്നിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് വിടർന്ന് ഭയന്നപടി നിലകൊള്ളുന്ന കണ്ണുകളിലേക്ക് അയാൾ ഗൗരവം ഭാവിച്ചു നോക്കി ഒരു നിമിഷം. ശേഷം ഉടൻ അവളെ തന്നോട് ചേർത്ത് തന്നെ തിരിച്ചു നിർത്തി അയാൾ. വളരെ ബലത്തിലകപ്പെട്ട് നിൽക്കുന്ന വിധം അവൾ ഒരുവിധം ഇടത്തേക്ക് തലതിരിച്ച് അയാളെ നോക്കുവാൻ ശ്രമിച്ചു. അതൊന്നും വകവയ്ക്കാത്ത വിധം അയാളുടെ വലതുകൈ അവളുടെ പാൻറ്റിനുള്ളിലേക്ക് മുന്നിലൂടെ ഇറക്കുവാൻ അയാൾ ശ്രമം നടത്തി. ഒരുവിധമുടൻ അവളുടെ ഇളക്കം വകവയ്ക്കാതെ അയാൾ തൻ്റെ ശ്രമം വിജയിപ്പിച്ചു. തൻ്റെ കൈ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അയാൾ അവളുടെ കഴുത്തിൻ്റെ ഇടത്തെ ഭാഗത്ത് അല്പം ബലത്തിൽ കടിച്ചു. ആഹ് എന്ന ശബ്ദത്തോടെ അവളൊന്ന് പിടഞ്ഞു. ഇടത് കൈ കൊണ്ട് തന്നെ ബലത്തിൽ തന്നോട് ചേർത്തിരിക്കുന്ന യുവാവിൻ്റെ മുന്നിൽ നിന്ന്. അയാൾ തൻ്റെ ശ്വാസത്തെ നിയന്ത്രിക്കുവാൻ ഇത്തവണ പണിപ്പെടുന്നുണ്ടായിരുന്നു. ബേസ്മെൻറ്റിലെ പാതി ഇരുട്ടിലേക്ക് ലിഫ്റ്റ് താഴ്ന്നു വന്ന് എത്തി നിന്നു. വെളുത്ത ലിഫ്റ്റിലെ വെളിച്ചം പതുക്കെ ഡോർ മെല്ലെ തുറന്നു വരുന്നതിനൊപ്പം പുറത്തേക്ക് പ്രവഹിച്ചു തുടങ്ങിയപ്പോൾ അതിൽ നിന്നും തലയൽപ്പം കുനിച്ച വിധം ധൃതിയിൽ ഹണി ഇറങ്ങി നടന്നു തുടങ്ങി. ഡോർ പൂർണ്ണമായും തുറന്നു തീരുവാൻ നിൽക്കാതെ ഇറങ്ങിയ അവളുടെ കോട്ടിനുള്ളിലെ ഷർട്ട് അതിൻ്റെ മുന്നിലെ അടിഭാഗത്തിൻ്റെ ഉദ്ദേശം 3/4 ഭാഗത്തോളം പാൻറ്റിനുള്ളിൽ നിന്നും പുറത്തേക്കാക്കി കിടക്കുകയായിരുന്നു. അതേപടി തന്നെ തൻ്റെ കാർ ലക്ഷ്യമാക്കിയെന്ന വിധം പതിവ് സ്ഥലത്തേക്ക് ധൃതി വിടാതെ പായുന്ന വഴി അവൾ അല്പം മുൻപ് ഉപയോഗിച്ചെന്ന വിധം വലത് കൈ ഉപയോഗിച്ച് തൻ്റെ കഴുത്തിൻ്റെ ഇടത്തെ ഭാഗത്ത് വേദന തോന്നിയതിന് പുറത്തെന്ന വിധം തിരുമ്മി വെച്ചുകൊണ്ടിരുന്നു. 7. സാമാന്യം വിശാലമായതും എന്നാൽ അത്ര പുതിയതല്ലാത്തതുമായ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ആരെയോ പ്രതീക്ഷിച്ചെന്ന വിധം ഹണി ഒരു ഷർട്ടും പാൻറ്റും ധരിച്ചിരിക്കെ രണ്ടാമത്തെ നിലയെന്ന് തോന്നിക്കുന്ന ആ റെസ്റ്റോറൻറ്റിൽ അങ്ങേ ഒരു മൂലയ്ക്കായി സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ ഒരാൾക്കു മാത്രം ഇരിക്കാവുന്നൊരു കവറാണ് അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹാൻഡ് ബാഗ് ഇടതുഭാഗത്തായി ടേബിളിൽ അവൾ വെച്ചിട്ടുണ്ട്. ഇങ്ങേ മൂലയ്ക്കായി 2 പേർ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന വിധം കഴിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നു. അല്പസമയം ആവശ്യമായ നിശബ്ദത സമ്മാനിച്ച് ആ രംഗം അങ്ങനെ തുടർന്നു പോയപ്പോഴേക്കും ചുരിദാർ ധരിച്ചിരിക്കെ ഇടത്തെ തോളിൽ ഹാൻഡ് ബാഗ് ഉറപ്പിച്ചുകൊണ്ട് ഒരു യുവതി സാധാരണഗതിയിൽ ഹണിക്കഭിമുഖമായി നടന്നെത്തി. അവരുടെ ബോട്ടം വലുതും ഇറക്കം കുറഞ്ഞതുമായിരുന്നു. ആ യുവതിയെ കണ്ടപാടെ ഹണിയുടെ കണ്ണുകൾ അല്പം വിടർന്നു, മുഖമൊന്നുയർന്നു. അവസാനം അവൾ പുഞ്ചിരിയോടെ യുവതിയെ സ്വീകരിച്ചിരുത്തി. "ഓ,
കുറച്ച് ജോലികൾ തീർക്കാനുണ്ടായിരുന്നിടി എല്ലാം കൊണ്ടും. എല്ലാം ഒന്ന് ഒതുക്കിയപ്പോൾ ഈ സമയമായി. സാവധാനമെന്ന് തോന്നിക്കും വിധം ഹണിയുടെ എതിർവശത്തായി ഇരിപ്പുറപ്പിച്ച ശേഷം യുവതി ഇങ്ങനെ പറഞ്ഞു. പുള്ളി രാവിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോയേക്കുക. ഞാൻ മോനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം അവിടെ ഇവിടായി കറങ്ങിക്കിടന്നു. മറുപടി എന്ന വിധം ഹണി ഒന്നനങ്ങിയിരുന്ന് ഇങ്ങനെ പറഞ്ഞു. നീ ഇന്ന് ഫുൾ ഡേ ലീവല്ലേ? നെറ്റിയൊന്ന് അർത്ഥമില്ലാത്ത വിധം ചുളിപ്പിച്ച് യുവതി ഹണിയോടായി ചോദിച്ചു വേഗം. ഇന്നത്തേക്ക് ലീവാ. ഇതിപ്പോൾ കുറച്ചായി ഇങ്ങനെ. ഒരു 1 വീക്ക് ചോദിച്ചിട്ടുണ്ട് ഞാൻ. കിട്ടുവോ ആവോ? നേരത്തെ ഒരു നിരാശ പ്രകടമാക്കി എന്ന വിധം ഹണി ഇങ്ങനെ മറുപടി നൽകി. എനിക്ക് നല്ല മടുപ്പടിച്ചിട്ടാ 1 വർഷം ഗ്യാപ്പ് എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. കെട്ടിയവൻ എന്തോ ഭാഗ്യം കൊണ്ട് അതങ്ങ് സമ്മതിച്ചു തരികയും ചെയ്തു. ലാഘവം കലർന്ന നിരാശ പ്രകടമാക്കിയായിരുന്നു യുവതിയുടെ മറുപടി ഇങ്ങനെ. ഇത്രയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കെന്ന വിധം ഒരു വെയിറ്റർ സാവധാനമെത്തി. മാം, ലഞ്ച് ടൈമിന് ഇനി കുറഞ്ഞത് 1 അവറെങ്കിലും എടുക്കും. വളരെ നേർപ്പിച്ചിങ്ങനെ പറഞ്ഞ് പൂർത്തിയാക്കുവാൻ മടി കാണിച്ച് വെയിറ്റർ യുവതി ഇരുവരെയും മാറി മാറി നോക്കുന്നത് തുടർന്നു നിന്നു. അത് കുഴപ്പമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. തലയാട്ടിക്കൊണ്ട് മറുപടിയായി ഹണി ഇങ്ങനെ പറഞ്ഞതോടൊപ്പം യുവതിയും എതിരെ ഇരുന്ന് വെയിറ്ററിന് നേർക്ക് തലയാട്ടി സമ്മതം ചേർത്തു. തലയാട്ടിക്കൊണ്ട് തന്നെ ഓക്കെ ഭാവിച്ച് വെയിറ്റർ ഇരുവരെയും മാനിച്ചു തന്നെ തിരികെ പോയി. ആ, നിന്റെ 2 വരി കഥയുടെ ബാക്കി പറ. എല്ലാം നേരിട്ട് കേൾക്കാനാണല്ലോ ഞാനിവിടെ വന്നത്. അല്പം മുന്നോട്ടായഞ്ഞിരുന്ന് യുവതി ഇങ്ങനെ ഹണിയുടെ നേർക്ക് പറഞ്ഞു പുതിയ ഭാവത്തിൽ. ഹണി ഒന്നല്പം അനങ്ങി മുന്നോട്ടായെന്ന വിധം ഇരുന്ന ശേഷം ശബ്ദം അല്പം കൂടി താഴ്ത്തി പരിസരം വീക്ഷിക്കാതെ പറഞ്ഞു. എടി, ഇങ്ങനെ ഒരുത്തിനുമായിട്ട് സംഭവിച്ചു. തുടക്കമെന്ന വിധം പറഞ്ഞ ഈ വാചകത്തിന് മറുപടിയായി എന്ന മൂളിക്കൊണ്ട് ശ്രദ്ധയോടെ, എന്നാൽ ഹണിയുടെ അതേ ഭാവത്തിലും യുവതി തലയാട്ടി. ഈ കഴിഞ്ഞ ദിവസമൊക്കെ എന്താ നടന്നതെന്ന് നിനക്ക് കേൾക്കണോ? ചോദ്യചിഹ്നം മുന്നിൽ നിർത്തി ഹണി ഇങ്ങനെ യുവതിയോട് തുടർന്ന് ചോദിച്ചു. എന്താ നിന്റെ പ്രശ്നം? നീ പറ. ഹണിയുടെ ഒത്ത ഭാവത്തിൽ യുവതി ഇങ്ങനെ മറുപടിയായി പറഞ്ഞ് കാത്തിരുന്നു. രാത്രി അല്പം അധികമായതിൻ്റെ ലക്ഷണം നേരത്തെ വെളിച്ചത്തിൻ്റെ രൂപത്തിൽ ബേസ്മെൻറ്റിൽ പലയിടത്തായി വെളിവായിരുന്നു. അധികം വാഹനങ്ങളൊന്നും അങ്ങനെ അവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നില്ല ആ സമയം. പഴകിയ ഒരു സ്ഥലമെന്ന നിലയിൽ അവിടേക്ക് ആളുകളുടെ ശ്രദ്ധ കിട്ടാതെ കിടക്കുന്നതിൻ്റെ ലക്ഷണം ബേസ്മെൻറ്റിലാകെ കാണാമായിരുന്നു. ഹണിയുടെ അത്ര വലിപ്പമില്ലാത്ത കാറിലിരുന്ന് ഇയർഫോൺ ഉപയോഗിച്ച് തൻ്റെ മൊബൈലിൽ എന്തോ കാണുകയായിരുന്നു ഹസ്ബൻഡ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട്. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.